അപ്പോൾ ഗൈസ് ഈ ഫൂഫ് ട്രെൻഡിങ് ആയിരിക്കും ഈ സാൽമൺ ടാസ്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പം കുറേ നാൾക്ക് ശേഷം സാൽമൺ മേടിച്ചപ്പം ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും അറിയിക്കണമല്ലോ സാൽമൺ മേടിച്ചത്. അങ്ങനെയൊന്നുമില്ല ഗൈസ്, ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഒരു വീഡിയോ എടുത്തില്ല എങ്ങനെയാണ്. അപ്പം എൻ്റെ ഡിഷല്ലേ ഇത് ചേട്ടൻ എവിടുന്നോ കണ്ടുപിടിച്ച് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ചേട്ടയുടെ പ്രിപ്പറേഷനാണ്. സോ നമ്മുടെ സാൽമൺ കുരുമുളക് ഉപ്പ് നോക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി വെച്ചിട്ട് അത് നമ്മുടെ ഒലിവ് ഓയിലിട്ട് നിന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് തന്നെ കുറച്ച് ബട്ടറും പിന്നെ കുറച്ച് കുനുകുനുകുനാന്നറിഞ്ഞ ഗാർലിക്കും പിന്നെ കുറച്ച് സവോളയോ അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴട്ടുക. പിന്നെ ചെറി ടൊമാറ്റോ ആണ് എടുത്തത്. ചെറി ടൊമാറ്റോ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ സ്പിനാച്ചും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഗൈസ്. എന്നിട്ട് എന്നാ വേണം, എന്നിട്ട് കുറച്ച് ഹെർബ്സ് ആണ് വേണ്ടത്, ബേസിൽ പാർസ്ലി അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുക ഗൈസ്. പിന്നെ കുറച്ച് ക്രീം വേണം, ഞങ്ങൾ ഡബിൾ ക്രീമാണ് യൂസ് ചെയ്തത്. ഡബിൾ ക്രീമും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. ഭയങ്കര തിക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ചീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാൽമൺ എടുത്ത് അതിനകത്തോട്ട് മുക്കുക. എന്നിട്ട് എന്നെ വേണം കുറച്ച് നാരങ്ങയും കൂടെ പിഴിയുക. എന്നിട്ട് നമ്മുടെ മുകളിൽ കൂടി ഇങ്ങനെ സോസ് ഇങ്ങനെ ആ സാൽമൺ അങ്ങ് മുക്കി കൊല്ലുക ഗൈസ്. എന്നിട്ട് എന്നെ വേണം ഒരു പ്ലേറ്റ് എടുത്ത് റാപ്പോ ചോറോ എന്താന്ന് വെച്ചാൽ എടുത്ത് കൂട്ടി കഴിക്കുക ഗൈസ്. അടിപൊളി സാധനം.